പിന്നെ സീലിംഗ് ഒക്കെ സാറ് പറഞ്ഞ ഡിസൈനാ ചെയ്തേക്കുന്നത്. വോം ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്, കുറച്ചും കൂടി അട്രാക്ഷന്. പിന്നെ സാറിന്റെ കഴിഞ്ഞ പ്രൊജക്ടിൽ ഈ പ്രൊജക്ടിലുള്ള പ്രത്യേകതയാണ് ഇതുവരെ നമുക്ക് ബ്രേക്ക് ഡൗൺസോ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾ അവിടെ ദുബായിൽ ചെയ്യുന്ന പോലെ തന്നെയല്ലേ ഈ കമ്പനി ചെയ്തിട്ട്? തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഹോം ലിഫ്റ്റിൽ നമ്മൾ വളരെ ഹാപ്പിയാണ്. അതായത് ഒരു ഡോറിന് ഒരു ഡോർ ക്യാച്ച് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. വീൽ ചെയർ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഡോറാണ്. 80 സെന്റിമീറ്റർ ഓപ്പണിംഗ്. നമുക്ക് ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് സാർ ഇൻഡസ്ട്രിയിലുള്ള ഒരു പേഴ്സൺ തന്നെയാണ്. യോർക്ക് എലിവേറ്റേഴ്സിന്റെ ഓണറാണ്, ദുബായിലാണ്. മമ്മിക്കാണ് പ്രായമായവർക്ക് മുകളിലേക്ക് പോകണമെങ്കിൽ അത് അത്യാവശ്യമായി മാറിയിരിക്കാണ്. നമ്മുടെ ലിഫ്റ്റ് ആക്ച്വലി എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെമോ ഷോറൂം മരട് ന്യൂക്ലിയസ് മാളിന്റെ അടുത്തായിട്ടുണ്ട്. നമസ്കാരം, ഞാനിന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലുള്ള മാളയിലേക്കാട്ടോ. മാളയിലുള്ള ടോം സാറിന്റെ ഈ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. ഇങ്ങോട്ട് വരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ലിഫ്റ്റിന്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ വീടിൻ്റെ അകത്ത് ഒരു അടിപൊളി ലിഫ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ മുമ്പ് ചെയ്ത ടീം തന്നെയാണ്, റിലയൻറ്റ് എലിവേറ്റേഴ്സ് ആണ്. റിലയൻറ്റ് എലിവേറ്റേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ എറണാകുളം മരട് ബേസ് ചെയ്താണ് ഇവരുടെ കമ്പനി ഉള്ളത്. ഒരു കേരളത്തിൻ്റെ അകത്തും പുറത്തായിട്ട് ഒരുപാട് ലിഫ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വീടിൻ്റെ അകത്തുള്ള ലിഫ്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഈ വീടിന്റെ ഓണറായ ടോം സാറിന് ഗൾഫിൽ ദുബായിൽ ഇതേമാതിരി ലിഫ്റ്റിന്റെ കമ്പനി ഉണ്ട് എന്നുള്ളതാണ്. അവരെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇവരെ തന്നെയാണ്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രീതിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി വിവരങ്ങളൊക്കെ പ്രീതി വന്നതിന് ശേഷം ടോം സാറിനോടും പ്രീതിനോടും ചോദിച്ച് മനസ്സിലാക്കി. അടിപൊളിയായിട്ട് തന്നെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുവാണെങ്കിൽ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മജീദ് സാറിന്റെ ലിഫ്റ്റ് ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സിസ്റ്റിംഗ് വർക്കിലായിരുന്നു. നമ്മൾ ഓൾറെഡി ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ടോം സാറിന്റെ കേസ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നമ്മൾ ലാസ്റ്റ് ടൈം പറഞ്ഞ പോലെ തന്നെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ആ പ്ലാൻ ചെയ്യുമ്പോഴേ നമ്മൾ സാറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് സാർ ഇൻഡസ്ട്രിയിലുള്ള ഒരു പേഴ്സൺ തന്നെയാണ്. യോർക്ക് എലിവേറ്റേഴ്സിന്റെ ഓണറാണ്, ദുബായിലാണ് സാറിന്റെ ഫേം വരുന്നത്. അപ്പൊ സാറിനോടുള്ള ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, റിലയൻറ്റ് എലിവേറ്റേഴ്സ് പോലെ തന്നെ ഒത്തിരി കമ്പനീസ് ഇവിടെ നിന്ന് അവൈലബിൾ ആണ്. പക്ഷെ എങ്കിലും സാർ ബീങ് ഇൻഡസ്ട്രിയിലെ ഒരാളായിട്ടും എന്തുകൊണ്ട് റിലയൻറ്റ് എലിവേറ്റർ എന്ന കമ്പനിയെ ലിഫ്റ്റിന് വേണ്ടി ചൂസ് ചെയ്യാൻ ഉള്ളത് എന്നുള്ളതാണ്. റിലയൻറ്റിന്റെ ഒരു ഫസ്റ്റ് തിങ് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ ചേട്ടന്റെ വീട്ടില് 3-4 കൊല്ലം മുമ്പ് ഓൾറെഡി നിങ്ങൾ ഇറക്ട് ചെയ്തിട്ടുണ്ട്. അത് ഇതുവരെ നമുക്ക് ബ്രേക്ക് ഡൗൺസോ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. വൺ മോർ തിങ് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏത് ടൈമിൽ നമ്മൾ വിളിച്ചാലും നമുക്കൊരു റെസ്പോൺസ് ഉണ്ട്. അത് വലിയൊരു ഘടകമാണ്. ഇൻ കേസ് അവർ എൻഗേജ്ഡ് ആണെങ്കിൽ അവർ ജസ്റ്റ് വോയിസ് ഇടും. അത് ഒരു വലിയ ഫാക്റ്റാണ്. അതുകൊണ്ട് ഞാൻ ദുബായിൽ യോർക്ക് എലിവേറ്റേഴ്സ് എന്നുള്ളതിൽ 20 കൊല്ലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ മെയിൻ കിട്ടുന്നത് ആഫ്റ്റർ സർവീസ് ആണ്. ആഫ്റ്റർ സർവീസ് കിട്ടുകയാണെങ്കിൽ ലിഫ്റ്റിനെ സംബന്ധിച്ച് വളരെ ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമുക്കിപ്പോൾ ആവശ്യമായതുകൊണ്ടാണ് റിലയൻറ്റിനെ ഞാൻ സമീപിച്ചത്. റിലയൻറ്റ് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് എനിക്ക് കണക്ഷൻ കിട്ടുന്നത്. അപ്പോൾ അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അതുകൊണ്ടാണ് രണ്ടാമതൊരു പ്രോജക്റ്റ് തരുന്നതും ആ പ്രോജക്റ്റ് ടൈം ടു ഷെഡ്യൂളിൽ തീർക്കാന്നുള്ളത് വലിയൊരു ഘടകം. അതിലും വളരെ ഹാപ്പിയാണ്. അപ്പോൾ റിലയൻറ്റിന് ഇനിയും കൂടുതൽ ഞങ്ങളുടെ ഈ ചെറിയ ഗ്രാമത്തിൽ ഇങ്ങനെയുള്ള അവസരം ഉണ്ടാവട്ടെ എന്നുള്ള പ്രതീക്ഷയിലാണ്. കൂടുതൽ ലിഫ്റ്റുകൾ വരുമ്പോൾ അവർക്ക് സർവീസ് കണ്ടക്ട് ചെയ്യാനും കുറേ ഈസി ആയിരിക്കും. ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്നെ സംബന്ധിച്ച് ബ്രേക്ക് ഡൗൺ ഒരു വലിയ ഘടകം. ബ്രേക്ക് ഡൗൺ ഇല്ലാണ്ട് ഇപ്പോൾ ഇവർ യൂസ് ചെയ്യുന്ന കൺട്രോളുകളായാലും നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. ബ്രേക്ക് ഡൗൺ വിത്തൗട്ട് ബ്രേക്ക് ഡൗണിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു മന്ത്ലി ബേസ് സർവീസ് ആണെങ്കിൽ തന്നെ നമുക്കത് കൂടുതൽ ടൈം എടുക്കുന്നില്ല. അവർ സർവീസിലും വളരെ ഷോർട്ട് ടൈമിൽ നല്ല ടെക്നീഷ്യന്മാരുമാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ വർക്ക് വൈസിലായാലും ക്വാളിറ്റി വൈസ് അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. സാറേ, നല്ലൊരു റിവ്യൂ ആണ്. അപ്പൊ ഇതേ റിവ്യൂ എനിക്കൊന്ന് സാറിന്റെ ഫാമിലിയും കൂടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുവാണെങ്കിൽ. തീർച്ചയായിട്ടും. സോഫിയ, മമ്മി. ഇതിൽ വലിയൊരു കാര്യം മമ്മിക്കാണ്. പ്രായമായവർക്ക് മുകളിലേക്ക് പോകണമെങ്കിൽ അത് അത്യാവശ്യമായി മാറിയിരിക്കാണ്. വീട് പണിയുന്ന എക്സ്പെൻസ് നോക്കുമ്പോൾ അത് വലിയൊരു എക്സ്പെൻസ് ആയിട്ട് വരില്ല. ആള് HM ആയിട്ട് റിട്ടയർ ആയതാണ്. ട്രാവൽ ചെയ്ത് നോക്കിയോ? എന്താണ് ഈ സാറിന്റെ വർക്കും ഈ ഇൻഡസ്ട്രിയും മാഡത്തിനുള്ള അഭിപ്രായം എന്താണ്? സാറിന്റെ അവിടെയുള്ള വർക്ക് മാഡം കണ്ടിട്ടുണ്ടാവില്ലേ ഒത്തിരി വർക്ക്സ്? ഏകദേശം അതേ സ്റ്റൈൽ തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ പുതിയ ടെക്നോളജി ആവുമ്പോൾ അതിൻ്റെതായ മാറ്റങ്ങളുണ്ടാവും. പിന്നെ നമ്മളും പ്രായമായിട്ട് വരുമ്പോൾ എന്തായാലും നമുക്കും ആവശ്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും തന്നെ ആവശ്യം വരും. നിങ്ങൾ അവിടെ ദുബായിൽ ചെയ്യുന്ന പോലെ തന്നെയല്ലേ ഈ കമ്പനി ചെയ്തിട്ട്? തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഹോം ലിഫ്റ്റിൽ നമ്മൾ വളരെ ഹാപ്പിയാണ്. കൊമേഴ്സ്യൽ ലിഫ്റ്റിനെ പറ്റി നമുക്ക് അധികം അറിയില്ലെങ്കിലും ഹോം ലിഫ്റ്റിൽ നമ്മൾ വളരെ ഹാപ്പിയാണ്.
അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ദുബായിൽ എവിടെ ആണെങ്കിലും ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിലും ദുബായിലാണെങ്കിലും ഒക്കെ ഇപ്പോൾ ടീമായിട്ടോ ദുബായിലാണ് ടോം സാറിനെ ബന്ധപ്പെട്ടാൽ മതി. യു എയിൽ എവിടെ ആണെങ്കിലും ഇപ്പോൾ യു എയിൽ ദുബായിലോ അബുദാബിയിലോ ഷാർജയിലോ അജ്മാനോ റാസൽഖൈമ എവിടെ ആണെങ്കിലും ശരി ടോം സാറായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ചെയ്തെടുക്കും. അതെ. പിന്നെ അതുപോലെ തന്നെ ഇനി ഇന്ത്യയിൽ കേരളത്തിലേക്ക് വല്ല വർക്ക് വരികയാണെങ്കിൽ സാറിന് ധൈര്യമായിട്ട് സപ്പോർട്ട് ചെയ്യുക. അവർക്ക് അതിന്റെ റെഫറൻസ് കൊടുക്കുകയും പ്രീതിന്റെ നമ്പർ എന്റെ 1-2 ഫ്രണ്ട്സ് ഓൾറെഡി അവര് യൂസ് ചെയ്യുന്നില്ലേ. എന്നോട് പ്രീതി പറഞ്ഞു ഇങ്ങനെ മാളയിൽ ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മളൊരു ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, അതും ദുബായിലൊരു ലിഫ്റ്റ് കമ്പനീന്റെ ഓണർ തന്നെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്ന് കണ്ടു, സന്തോഷം. ചേച്ചിയും അമ്മ എല്ലാവരും അഭിപ്രായം നല്ല പറഞ്ഞു. എല്ലാം ഹാപ്പി ആണല്ലോ അല്ലേ? ഹാപ്പി ആണല്ലോ അല്ലേ? അപ്പൊ സാറേ വളരെ നന്ദി. നമ്മൾ തിരക്കാണ്, കല്യാണത്തിന് പോകാനുണ്ട് അല്ലേ, അതിന്റെ ഇടയ്ക്ക് വന്നത്. ലിഫ്റ്റ് ഒന്ന് തീർച്ചയായിട്ടും. പിന്നെ സുൽത്താൻ ഈ ഒരു ലിഫ്റ്റിനെ വെച്ച് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ട പോലെ തന്നെ മജീദ് സാറിന്റെ സെയിം ഫിനിഷ് തന്നെയാണ്, ഗോൾഡൻ ഫിനിഷ് തന്നെ, എസ്എസിന്റെ ഗോൾഡൻ ഫിനിഷ് ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് മോട്ടർ മോണോ ആണ്, ഓവർസീസ് കൺട്രോളർ ആണ്, ഒരു ഇന്റഗ്രേറ്റഡ് കൺട്രോളർ ആണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. 306ന്റെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് യൂസ് ചെയ്തേക്കുന്നത്. നമ്മൾ പറയുകയാണെങ്കിൽ ടച്ച് പാനൽ തന്നെയാണ് അവിടെ ഉള്ളത് പോലെ തന്നെ. പിന്നെ നമുക്ക് ഇവിടെ എച്ചിങ് ഡിസൈൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. മിറർ ഫിനിഷ് ആണ്, സുൽത്താനും എനിക്കും നമ്മളെ കാണാം. പിന്നെ സീലിംഗ് ഒക്കെ സാറ് പറഞ്ഞ ഡിസൈനാണ് ചെയ്തേക്കുന്നത്. വോം ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്, കുറച്ചും കൂടി അട്രാക്ഷന്. പിന്നെ സാറിന്റെ കഴിഞ്ഞ പ്രൊജക്ടിൽ ഈ പ്രൊജക്ടിലുള്ള പ്രത്യേകതയാണ് ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഓപ്പൺ സ്പേസ് നമുക്ക് പുറത്തേക്ക് വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗ്ലാസ് ഫിനിഷ് ആണ് സൈഡായിട്ട്, പാനലിന്റെ ഒരു സൈഡായിട്ട് കൊടുത്തേക്കുന്നത്. സോ അത് കുറച്ചും കൂടെ ഒരു എൻജോയ് ചെയ്ത് പോകാം നമുക്ക് പുറത്തെ എൻവയോൺമെന്റ് കണ്ടുകൊണ്ട്. മേലോട്ട് പോയാലോ? ഇത് ഗോൾഡ്, ഇത് മരാണ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഒരു വുഡ് വർക്ക് ഈ LOP നോക്കിയാൽ കൂടെ ഇത് കൂടെ വുഡിലാണ് ഫിനിഷിംഗ് വർക്ക് ചെയ്യാനുള്ളത്. നിങ്ങൾ സാധാരണഗതിയിൽ നമ്മള് ആ ഒരു പാനൽ മാത്രമേ വെക്കുള്ളൂ. പിന്നെന്താണ് പറയാനുള്ളത്? പിന്നെ ഇതിപ്പോ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സൈഡ് ഓപ്പണിംഗ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതായത് ഒരു ഡോറിന് ഒരു ഡോർ ക്യാച്ച് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. വീൽ ചെയർ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഡോറാണ്. 80 സെന്റിമീറ്റർ ഓപ്പണിംഗ് നമുക്കുണ്ട്. നമ്മളൊന്നും പറയാറുണ്ട് ഒരു ലിഫ്റ്റ് ചെയ്യുമ്പോൾ അതൊരു വീൽ ചെയറിന്റെ പ്രൊവിഷൻ കൂടെ കൊടുക്കണം. ലാസ്റ്റ് വീഡിയോയിൽ നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് നിർത്താൻ തോന്നുന്നു. അപ്പൊ അതിന് മുമ്പ് നമ്മുടെ വീഡിയോയിൽ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏത് സമയത്താണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നിങ്ങൾ എത്ര ലക്ഷം മുതലാണ് ലിഫ്റ്റ് ചെയ്ത് തുടങ്ങുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ. ആക്ച്വലി നമ്മൾ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനീഷ്യലി സ്റ്റേജിൽ തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ നോക്കുക. അപ്പം ഡ്രോയിങ് ഫേസിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള മെഷർമെന്റും കാര്യങ്ങളും കിട്ടും. അതേപോലെ തന്നെ നമ്മൾ ലിൻഡിൽ ഹൈറ്റും മറ്റൊരു ടെക്നിക്കൽ ഡീറ്റെയിൽസും എല്ലാം ഞങ്ങൾ കൊടുക്കും. പിന്നെ സിവിൽ വർക്ക് എന്തൊക്കെയാണെന്നുള്ള ധാരണ അവർക്ക് ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. അതായത് അവരുടെ സൈഡിൽ നിന്നായിരിക്കണം നമുക്ക് ഫിറ്റ് ചെയ്ത് കിട്ടേണ്ടത്. ലിഫ്റ്റിന് വേണ്ടി ഷാഫ്റ്റ് ചെയ്തിട്ടുണ്ട്, ക്ലിയർ കട്ട് എത്ര വേണമെന്നുള്ളത്, അതുപോലെ തന്നെ CC RCC വാട്ടർ പ്രൂഫ്, ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇലക്ട്രിക്കൽ ഡ്രോയിങ് സ്പെസിഫിക്കേഷൻ പ്രകാരം DB ചെയ്ത് തരേണ്ടതായിട്ടുണ്ട്, കുക്ക് ചെയ്ത് തരേണ്ടതായിട്ടുണ്ട് ആഫ്റ്റർ സർവീസിന് വേണ്ടി. ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ ഈ ഡ്രോയിങ് സ്റ്റേജ് ഞങ്ങളൊരു കോൺടാക്ട് ചെയ്യുന്നു. എല്ലാവർക്കുള്ള എക്സ്പ്ലനേഷൻ ഞങ്ങൾ കൊടുക്കും. പ്ലാസ്റ്ററിംഗ് കഴിഞ്ഞ് ഫ്ലോറിങ്ങിന് മുന്നേ ആയിട്ടാണ് നമ്മൾ ലിഫ്റ്റിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് പറയുന്ന റീസൺ ബീയിങ് നമ്മളെപ്പോൾ തന്നെ ആയിരിക്കണം എന്നില്ല നമ്മൾ ചെയ്യുന്നത്. ആ ഒരു ടൈം കുറച്ചും കൂടെ കെയർഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് ടൈൽ ഇടുന്നതിന് മുന്നേ അത് ചെയ്യണം എന്നുള്ളത് പറയുന്നത്. പിന്നെ നമ്മൾ നേരത്തെ എത്ര മുതൽ ലിഫ്റ്റ് സ്റ്റാർട്ട്? ഞാൻ പറഞ്ഞ പോലെ തന്നെ ലിഫ്റ്റിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ലാസ്റ്റ് സെഷനിൽ പറഞ്ഞ പോലെ തന്നെ 5 lakh plus ആണ്. അങ്ങനെയാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അഡീഷണൽ നമ്മൾ ഓരോ റിക്വയർമെന്റ് പ്രകാരം, ഓരോ ഫെസിലിറ്റീസിന്റെ റിക്വയർമെന്റ് പ്രകാരം, ഓരോ ഷീറ്റ്സിന്റെ ഡിഫറൻസ് പ്രകാരം, കളർ കോമ്പിനേഷൻ പ്രകാരമാണ് നമ്മൾ റേറ്റ് മാറുന്നത്. പിന്നെ നമ്മളെ എക്സ്പീരിയൻസ് സെന്ററിനെ പറ്റി ഒന്ന് പറഞ്ഞേക്കാം. ഇൻ കേസ് നമ്മുടെ ലിഫ്റ്റ് ആക്ച്വലി എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെമോ ഷോറൂം മരട് ന്യൂക്ലിയസ് മാളിന്റെ അടുത്തായിട്ടുണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ കളർ മോഡൽസ്, എല്ലാ സൈസസിലും അവൈലബിൾ ആയ ലിഫ്റ്റ്, റണ്ണിംഗ് ലിഫ്റ്റ് എക്സ്പീരിയൻസ് ചെയ്ത് പോകാം. ചൂസ് ചെയ്ത് പിക്ക് ആൻഡ് ചൂസ് തിയേറ്റർ ആൻഡ് തിയേറ്ററും ചെയ്യുന്നുണ്ട്. അപ്പൊ രണ്ടും എക്സ്പീരിയൻസ് നോക്കാം, അത് തൊട്ട് നോക്കാം, എന്നിട്ട് എല്ലാം മനസ്സിലാക്കിയിട്ട് ഏൽപ്പിച്ചാൽ മതി. പിന്നെ വാറണ്ടി 5 year ആണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. 5 year കൊടുക്കുന്നത് അല്ലേ? 5 year ആണ്. ഓക്കെ. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രീതിയായിട്ട് സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ പ്രീതി